അപ്പോൾ ഇവിടെ സമയവ്യത്യാസം വന്ന് ഇന്ന് മുതൽ 1 മണിക്കൂർ കനേഡിയൻ ടൈം മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ മീറ്റിംഗ് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എണീറ്റിരിക്കുകയായിരുന്നു. പിന്നെയാണ് ഓർക്കണേ സമയവ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു വാട്സപ്പ് പോയി, അത് എന്താണെന്നറിയില്ല, റിവ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എല്ലാവരും ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ഇട്ട് സഹായിക്കുന്നതിന് നന്ദി. ഏതായാലും നമ്മള് ജോൺ ഡോ എന്ന് പറയുന്ന ഒരു ആൽക്കോളിക്സ് അനോണിമസിന് ഒരുപാട് സംഭാവന ചെയ്ത ഒരാൾ അച്ഛനാണ്, പുരോഹിതനാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 1-2 ആഴ്ചകൾക്കുള്ളിൽ അത് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക. എന്തുകൊണ്ട് കൂടുതൽ അതേ പറ്റി സംസാരിക്കുന്നു എന്ന് വച്ചു കഴിഞ്ഞാല് അതിനൊരു കാരണം കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു വിമുഖത, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിനോടുള്ള ഒരു സമീപനത്തിലെ വിമുഖതയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തിയത് അച്ഛനെ പോലുള്ള ആളുകളാണ്. അതിനു മുമ്പ് പലരും ശ്രമിച്ചെങ്കിലും ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ഇതിൽ നേരിട്ട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം നമ്മൾക്ക് ചരിത്രത്തിൽ തന്നെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ നേരെ ഞാൻ ചരിത്രത്തിന്റെ പുസ്തകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, ആൽക്കോളിക്സ് അനോണിമസ് ആരംഭിച്ചത് 1935 2 മനുഷ്യര് കണ്ടുമുട്ടിയപ്പോഴാണ്. ബിൽ വിൽസണും ഡോക്ടർ ബോബ് സ്മിത്തും. അവർ രണ്ടുപേരും പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു. ഒരു ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന കോൺഗ്രിഗേഷന്റെ കീഴിൽ വരുന്ന പ്രൊട്ടസ്റ്റന്റ് സഭയുടെ അംഗങ്ങളായിരുന്നു. അപ്പം ഈ 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ ഈ ആരംഭിച്ച ഈ കോൺഗ്രിഗേഷൻ അവര് പ്യൂരിറ്റി, പരിപൂർണതയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നവരാണ്. അല്ലെങ്കിൽ അവര് പാപികളായവർ ദൈവത്തിന്റെ കൈകളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാശയത്തിന് ഉടമകളായിരുന്നു. അപ്പം ഈ ഇത്തരം ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അംഗങ്ങളാണ് പ്രൊട്ടസ്റ്റന്റ് സഭയിൽ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോ അവര് നമ്മുടെ, ഞാനത് പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കാം. ലിബറൽ ഡിബേറ്റ് വിച്ച് അറോസ് വിത്തിൻ early 20th century American Protestantism in 1957, 2 years after AA comes of age at its സെന്റ് ലൂയിസ് കൺവെൻഷൻ. നമുക്കറിയാം, 1957 നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്ന AA കംസ് ഓഫ് ഏജ് എന്ന പുസ്തകം, എയുടെ ചരിത്രം പറയുന്ന പുസ്തകം ഇറങ്ങിയത്. അതിന് 2 വർഷത്തിന് ശേഷം ഈ കോൺഗ്രിഗേഷനും നമ്മുടെ എയും തമ്മിൽ ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായി. ഇൻ ദ ടൈം ഓഫ് ദേ മെസ്റ്റ് മെറ്റ് ഇൻ 1935, ബിൽ ഡബ്ല്യു ആൻഡ് ഡോക്ടർ ബോബ് ഹാർഡ് ബോത്ത് റീസെന്റ് ബിക്കം ഇൻവോൾവ്ഡ് വിത്ത് എ കോൺട്രവേഴ്ഷ്യൽ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ കോൾഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അപ്പം ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പില് ഈ ബിൽ ഡബ്ല്യുവും ഡോക്ടർ ബോബും 1935 മുതൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. ആൻഡ് ഇനിഷ്യേറ്റ്ലി വർക്ക്ഡ് വിത്ത് ആൽക്കഹോൾസ് അണ്ടർ ഇറ്റ്സ് അംബർല. അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ കൊടക്കീഴിലായിരുന്നു ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നെവർതലെസ് ബോത്ത് ഓഫ് ദം ആസ് വെൽ ആസ് ദ മെജോറിറ്റി ഓഫ് ദ ആൽക്കഹോളിക്സ് ഹൂം ദേ സോബേർഡ് അപ്പ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഈ നമുക്കറിയാം, 1939 വരെ, അതായത് 1935 ഡോക്ടർ ബോബിനെ കണ്ടുമുട്ടുന്നു. 1939 വരെ നമ്മൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ അംബ്രല്ലയുടെ കീഴിലായിരുന്നു, ആ കൊടക്കീഴിലായിരുന്നു നമ്മൾ. എന്ന് വെച്ചാൽ അവരുടെ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ പോലും നമ്മൾ സെപ്പറേറ്റ് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ച പല വീടുകളിലെങ്കിൽ പോലും ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ഒരുപാട് പേര് സോബർ ആവുകയും ചെയ്തു. ആ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ കെയിം ഫ്രം ലിബറൽ പ്രൊട്ടസ്റ്റന്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അവരെപ്പോഴും ഈ പ്രൊട്ടസ്റ്റന്റ് ബാക്ക്ഗ്രൗണ്ട്, അത് പ്യൂരിറ്റി അവകാശപ്പെടുന്ന, പരിപൂർണ സത്യസന്ധത, പരിപൂർണ സ്നേഹം, പരിപൂർണത, എല്ലാം പരിപൂർണതയിലാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ വന്നത്. സോ എ കൈൻഡ് ഓഫ് ജനറലൈസ്ഡ് ലിബറൽ പ്രൊട്ടസ്റ്റന്റ് ഇൻഫ്ലുവൻസ് റാപ്പിഡ്ലി ബിക്കം ജസ്റ്റ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മോർ സ്പെസിഫിക് ടീച്ചിങ്സ് ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അപ്പൊ ഈ ഇത്തരം ആൽക്കഹോളിക്കുകൾ കടന്നു വന്നെങ്കിലും ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ടീച്ചിങ്സുകൾ, പഠനങ്ങൾ അവരിവിടെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആൻഡ് കോണ്ടാക്ട് വിത്ത് ദ ന്യൂ തോട്ട് മൂവ്മെന്റ് introduce an even more radical form of non-traditional Protestantism which also falls in early AA. അപ്പൊ ആ മൂവ്മെന്റ് നമ്മുടെ ആദ്യകാല AAന് ഒരു അൺഒഫീഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ ഒരു
പുറകില് അത്തരമൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ബട്ട് ആസ് വാസ് നോട്ടഡ്, അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റ്സ് ഡ്യൂറിംഗ് ദ ഏർലി 20th century were deeply split by the liberal fundamentalist dispute. അപ്പോ ഈ അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റുകാര് 20ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും പല രീതിയിൽ ഡിസ്പ്യൂട്ട് വന്നതിന് ശേഷം സ്പ്ലിറ്റായി, പല പല കഷ്ണങ്ങളായി മുറിഞ്ഞു. വൺ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദ ഡിബേറ്റ് ഇൻ ഓർഡർ ടു ഗ്രാസ്പ് സം ഓഫ് ദ ഇഷ്യൂസ് വിച്ച് കാത്തലിക്സ് ഫേസ്ഡ് വെൻ ദേ ജോയിനഡ്. ഈ ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് നമുക്കറിയാം, ഒരുപാട് പ്രൊട്ടസ്റ്റന്റ് സഭകള് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു കഷ്ണങ്ങളായി മാറിയപ്പോ ഉം, ഈ കത്തോലിക്കർക്ക് അതുകൊണ്ടാണ് ഒരു വലിയ ഇഷ്യൂ ആയത് ചേരാനായിട്ട്. ഓൺ ദ വൺ സൈഡ് ദ ഫണ്ടമെന്റലിസ്റ്റ് വേർ ഇംപ്ലിക്കബിൾ എനിമീസ് ഓഫ് കത്തോലിക്കിസം. അതായത് പലരും ചിന്തിച്ചത് കത്തോലിക്കരുടെ ഒരു ശത്രുക്കളാണ് ഈ പറയുന്ന ഈ പ്രൊട്ടസ്റ്റന്റുകാര്. അതിന്റെ ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത് വിചാരിക്കുന്നവര് കത്തോലിക്കരുടെ ഒരു എതിരാളികളാണ് എന്നാണ് അവർ അന്നത്തെ കാലത്ത് കത്തോലിക്കർ ചിന്തിച്ചിരുന്നത്. ആൻഡ് വുഡ് ഹാവ് ക്രിയേറ്റഡ് ആൻ അൺബ്രീച്ചബിൾ ബാരിയർ ടു കാത്തലിക്സ് എമോങ് ടു നമുക്കറിയാം, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരോട് നമുക്കൊരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ കണ്ടുകൂടായ്മ ഈ അമേരിക്കയിലും ഉണ്ടായിരുന്നു. കാരണം കത്തോലിക്കരുമായിട്ട് ഇഴുകിച്ചേരാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് അവർക്കുള്ളതെന്നും, അങ്ങനെ മുറിക്കാൻ കഴിയാത്ത ഒരു അതിർത്തി കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരുമായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന് കടന്നു വരാൻ പലപ്പോഴും കത്തോലിക്കര് മടിച്ചു. കാരണം തുടക്കം അവിടെ നിന്നാണ്. പ്രൊട്ടസ്റ്റന്റുകാരായിട്ടുള്ള രണ്ടുപേരും അല്ലെങ്കിൽ അതിലെ മേജർ പാർട്ടായിട്ടുള്ള ആളുകൾ പ്രൊട്ടസ്റ്റന്റുകാരായതുകൊണ്ടാണ് കത്തോലിക്കർക്ക് കടന്നു വരാനായിട്ട് ഒരു മടി തോന്നിയത്. കാരണം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് 90 വർഷങ്ങൾക്ക് മുമ്പ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉത്ഭവത്തെ കുറിച്ചാണ്. ബട്ട് ഫോർച്ചുനേറ്റ്ലി നെയ്തർ ദേ നോർ ദ സർവൈവിംഗ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ റിവൈവൽ പ്രീച്ചിങ് ഫ്രണ്ടിയർ പ്രൊട്ടസ്റ്റന്റ് എവാഞ്ചലിസ്റ്റ് of the 19th century played any major role in the 1930s and 1940s. അപ്പം 1930കളിലും 1940കളിലും ഇവരുടെ പ്രീച്ചിങ്, അതായത് പ്രൊട്ടസ്റ്റന്റ് എവാഞ്ചലിക്കൽ പ്രീച്ചിങ് ആണ് ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു മേജർ റോളായിട്ട് സ്വാധീനിച്ചത്. ഓൺ ദ അതർ സൈഡ്, അത് കൂടാതെ പ്രൊട്ടസ്റ്റന്റ് ലിബറൽസ് ആൻഡ് ദ ന്യൂ തോട്ട്സ് പീപ്പിൾ വെയർ committed to a position of basic religious tolerance. എന്നിരുന്നാലും നമ്മളിലെ അംഗങ്ങൾ ഒരു ഈ പ്രൊട്ടസ്റ്റന്റ് ലിബറൽസും നമ്മുടെ ഉള്ളിലുണ്ട്, യുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ പുതിയ ചിന്താഗതിയുള്ള ആളുകളും നമ്മുടെ ഉള്ളിലുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഈ റിലീജിയസ് ടോളറൻസ്, അതായത് മതപരമായ ആശയങ്ങളിലോട് ടോളറൻസ് എടുക്കാൻ തീരുമാനിച്ചു. വിച്ച് മേഡ് ഇറ്റ് ഈസിയർ ഫോർ കാത്തലിക്സ് ടു കം ഇൻ ടു അത് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കത്തോലിക്കരുടെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ആ ടോളറൻസ് എടുക്കാൻ തീരുമാനിച്ചത്. മതപരമായ കാര്യങ്ങളിൽ ഒരു ടോളറൻസ്. They had also given up preaching revivals and were no longer insisting that all their members had to have fallen down on their knees. അതായത് അവരിങ്ങനെ പല കാര്യങ്ങളും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കുമ്പോഴും, അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മള് മുട്ടിന്മേൽ നിൽക്കുക. അപ്പൊ ഇവര് മെമ്പേഴ്സിനോട് എല്ലാവരും ആവശ്യമുള്ളവര് മാത്രം മുട്ടുമേൽ നിന്നാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ വന്നു. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദെയർ ലൈഫ്സ് in some sort of highly emotional conversation experience where they accepted Christ as their personal savior. അപ്പം before they could be regards as being saved, അതായത് ബീയിങ് സേവ്ഡ്, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ മോചിക്കപ്പെട്ടു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവര് ഇങ്ങനെ ക്രൈസ്റ്റിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നതായിട്ട് പ്രൊട്ടസ്റ്റന്റുകാർ വിശ്വസിച്ചിരുന്നത്. ബട്ട് ഇറ്റ് വാസ് ഓൾസോ ദ കേസ് ദാറ്റ് മെനി ഓഫ് ദ ലിബറൽസ് ആൻഡ് ഓൾ ദ ന്യൂ തോട്ട്സ് ഓതേഴ്സ് റിജക്റ്റഡ് ഓർ most of the traditional theological doctrine which the Roman Catholic Church held dear. ഇവർ പലപ്പോഴും റോമൻ കത്തോലിക്കരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചിരുന്ന പല ഡോക്ട്രൈനെയും അല്ലെങ്കിൽ പഠനങ്ങളെയും നിരാകരിച്ചിരുന്നു. ദ വെർജിൻ ബർത്ത്, അതിനകത്തൊരു കാര്യമാണ് വെർജിൻ ബർത്ത്. നമുക്കറിയാവുന്ന കാര്യമാണ്. മാതാവ് എങ്ങനെയാണ് ക്രൈസ്റ്റ് ജനിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇൻ ദ റിയൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ സം എഫക്റ്റീവ് ഫാഷൻ ഡ്യൂറിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ബ്രെഡ് ആൻഡ് വൈൻ ഓഫ്, അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രെഡും വൈനും ആക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇവർക്ക് പലപ്പോഴും ഈ കത്തോലിക്കരുടെ ഡോക്ട്രൈനാണ്. അത് അവരുടെ
അവർ വല്ലാതെ ബാധിച്ചിരുന്നു. പക്ഷേ ദിസ് വാസ് നോട്ട് എ ഗ്രേറ്റ് ഇഷ്യൂ വെൻ എ ഫസ്റ്റ് ബിഗാൻ. പക്ഷെ എയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യങ്ങളായിരുന്നില്ല. കത്തോലിക്കർ എന്ത് പഠിപ്പിക്കുന്നുവെന്നോ പ്രൊട്ടസ്റ്റന്റുകാർ എന്ത് പഠിപ്പിക്കുന്നുവെന്നോ സംബന്ധിച്ചൊന്നും എയ്ക്ക് അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല. ഫോർ ദ ഫസ്റ്റ് 4 ഇയേഴ്സ്, ആദ്യത്തെ 4 വർഷം റോമൻ കാത്തലിക്സ് ഫോമഡ് ആസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ പ്രസൻസ് ഓഫ് ആൽക്കഹോളിസം. അത് വളരെ ചുരുക്കം ആളുകളാണ് കത്തോലിക്കരിൽ നിന്ന്. കാരണം നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അറിയാം, ബിഷപ്പുമാരും കത്തോലിക്കരായിട്ടുള്ള മറ്റ് പള്ളി ചർച്ചുകളിലൊക്കെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകരുതെന്നും പറഞ്ഞിരുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനോടാണ്, ആൽക്കഹോളിക്സ് അനോണിമസിനോടല്ല അവർക്ക് എതിർപ്പ്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനോടായിരുന്നു. അപ്പോ നമ്മുടെ തുടങ്ങിയത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ അംഗങ്ങളായതുകൊണ്ട് അവർക്ക്, ഈ കത്തോലിക്കർക്ക് എയെ കുറിച്ച് അറിയാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ഈ കത്തോലിക്കരായിട്ടുള്ള ആളുകൾ അംഗങ്ങൾ കുറവായിരുന്നു. അതിനകത്ത് ഒരാളാണ് ഡോപ്ലർ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റോറി നമ്മുടെ ബിഗ് ബുക്കിലുണ്ട്. ദ യൂറോപ്യൻ ഡ്രിങ്കർ എന്നാണ് ബുക്കിന്റെ പേര്, കഥയുടെ പേര്. അദ്ദേഹമാണ് 1936 ഏപ്രിലാണ് ആദ്യത്തെ റോമൻ കത്തോലിക്കൻ ടു ഗെറ്റ് സോബർ ഇൻ ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ആദ്യ റോമൻ കത്തോലിക്കരായിട്ടുള്ള അംഗം എന്ന് പറയുന്നത് ഡോപ്ലർ ആണ്. നോ മോർ റോമൻ കാത്തലിക്സ് ജോയിൻ അൻറ്റിൽ മോർഗൻ റയൻ കംസ് ഇൻ ടു ദി പ്രോഗ്രാം ഓഫ് ജനുവരി 1939. 1936 ഏപ്രില് ഈ പറയുന്ന ഡോപ്ലർ വന്നതിന് ശേഷം പിന്നെ വന്നത് മോർഗൻ റയൻ ആണ് 1939. നമുക്കറിയാം, മോർഗനെ കുറിച്ച് നമ്മൾ ഇതിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1939 നമ്മുടെ പുസ്തകം ഇറങ്ങുമ്പോൾ റേഡിയോ പ്രോഗ്രാമിന് വേണ്ടി ഇന്റർവ്യൂവറുടെ മുമ്പിലെത്തുന്ന അംഗമാണ് മോർഗൻ റയാൻ. അദ്ദേഹമാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായത്, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ തയ്യാറായത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മളതൊരു പ്രാവശ്യം ഇവിടെ ചർച്ച ചെയ്താണ്. ബട്ട് ബൈ ഏപ്രിൽ ഓഫ് ദാറ്റ് ഇയർ ദ മെജോറിറ്റി ഓഫ് ദ 14 ആൽക്കഹോളിക്സ് ഇൻ ദ ക്ലേവ്ലാൻഡ് ഗ്രൂപ്പ് വേർ റോമൻ കത്തോലിക്സ്. അപ്പോൾ ആ വർഷം തന്നെ ഏപ്രിൽ ആയപ്പോഴത്തേക്കും ക്ലേവ്ലാൻഡ് ഗ്രൂപ്പില് 14 അംഗങ്ങൾ കത്തോലിക്കരായിരുന്നു. ആൻഡ് ദേ ഫോഴ്സ്ഡ് ദ ലീഡേഴ്സ് ഇൻ അക്രോൺ ടു മേക്ക് എ ചോയ്സ്. അപ്പം അവരാണെങ്കിലോ ഈ ക്ലേവ്ലാൻഡിൽ, അതായത് നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പേരിൽ തുടങ്ങിയ ഗ്രൂപ്പായിട്ട് തുടങ്ങിയ ക്ലേവ്ലാൻഡ് ഗ്രൂപ്പുകാര് അതിനു മുമ്പ് തുടങ്ങിയ, അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വിട്ട് ഉടനെ തുടങ്ങിയ അക്രോൺ ഗ്രൂപ്പുകാരോട് ഒരു ചോയ്സ് എടുക്കാൻ പറഞ്ഞു. വേർ ദേ വില്ലിംഗ് ടു മേക്ക് റൂം ഫോർ കാത്തലിക്സ് ഇൻ ആൽക്കഹോളിക്സ് അനോണിമസ്. അതായത് കത്തോലിക്കർക്കും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ഒരു പ്രവേശനം അല്ലെങ്കിൽ റൂം നിങ്ങൾ കൊടുക്കുമോ? ഇൻ ജനുവരി 1940, 1940 ആയപ്പോഴത്തേക്കും സിസ്റ്റർ ഇഗ്നേഷ്യ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നുണ്ട് ഡോക്ടർ ബോബുമായിട്ട്. സെന്റ് തോമസ് ഹോസ്പിറ്റലില് സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ അവളുടെ സുപ്പീരിയർ ആയിരുന്നു ഡോക്ടർ ബോബ്. അപ്പം അവളുടെ സുപ്പീരിയർ ആയിരുന്ന സിസ്റ്റർ ക്ലെമന്റൈൻ എന്ന് പറയുന്ന സിസ്റ്ററുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഡോക്ടർ ബോബുമായിട്ട് ഒരു അഗ്രിമെന്റ് ഏർപ്പെടുന്നുണ്ട്. അപ്പം അത് വിച്ച് സബ്സിക്വന്റ്ലി ബിക്കം ദ മോഡൽ ഓഫ് കാത്തലിക് പാർട്ടിസിപ്പേഷൻ ഇൻ ആൽക്കഹോളിക്സ് അനോണിമസ് അക്രോസ് ദ ബോർഡ്. അപ്പൊ ഈ ഒരു കാര്യം, ഈ സെന്റ് തോമസ് ഹോസ്പിറ്റലില് ഡോക്ടർ ബോബുമായിട്ട് അഗ്രിമെന്റ് ചെയ്ത കാര്യം പിന്നീട് അതൊരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സജീവ പാർട്ടിസിപ്പേഷൻ ആയിട്ട്, അല്ലെങ്കിൽ കത്തോലിക്കർക്കിടയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സജീവ പാർട്ടിസിപ്പേഷൻ ആയിട്ട് മാറി. ദർ വുഡ് ബി നൗ ബി ആൻ ഒഫീഷ്യൽ സാങ്ഷൻഡ് ബേസ്ഡ് ആൽക്കഹോളിസം ട്രീറ്റ്മെന്റ് പ്രോഗ്രാം ഇൻ പ്ലേസ് ഓഫ് സെന്റ് തോമസ് ഹോസ്പിറ്റൽ. അപ്പോൾ സെന്റ് തോമസ് ഹോസ്പിറ്റലില് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ബേസ്ഡ് ട്രീറ്റ്മെന്റ് പ്രോഗ്രാം തുടങ്ങി. ബട്ട് സിസ്റ്റർ ഇഗ്നേഷ്യ വാസ് ക്വൈറ്റ് ക്ലിയർ അബൌട്ട് വൺ സെൻട്രൽ റിക്വയർമെന്റ്. സിസ്റ്ററിന് ഒരു സെൻട്രൽ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. ഓൾദോ ഇറ്റ് വാസ് റൺ ബൈ എ കാത്തലിക് റിലീജിയൻ ഓർഡർ, സെന്റ് തോമസ് ഹോസ്പിറ്റൽ വാസ് നോൺ സെക്ടേറിയൻ. അപ്പൊ ഈ സെന്റ് തോമസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സിസ്റ്റർ ഇഗ്നേഷ്യ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു പ്രത്യേക സെക്ടായിട്ട് വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗമായിട്ട്, അല്ലെങ്കിൽ കത്തോലിക്കർക്കൊന്നോ പ്രൊട്ടസ്റ്റന്റിനോ മറ്റേതെങ്കിലും ജാതികൾക്കൊന്നോ വിഭാഗമായിട്ട് വർക്ക് ചെയ്തൊന്നുമല്ല. ആൻഡ് അഡ്മിറ്റഡ് പേഷ്യൻസ് റിഗാർഡ്ലെസ് ഓഫ് ദ റിലീജിയസ് അഫിലിയേഷൻ. അതായത് ഏത് മതത്തിൽപ്പെട്ട ആളുകളായിരുന്നെങ്കിലും സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഓൺ ദ അതർ ഹാൻഡ് വാസ് എ സെക്ട്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ചത് ഒരു സെക്ട് ആയിട്ട് കൂട്ടാം. അഗെയിൻ ഹെർ വേർഡ് വാട്ട് വി വുഡ് ടോട്ടലി കോൾ എ കൾട്ട്, അല്ലെങ്കിൽ ഒരു കൾട്ടായിട്ടാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ അവർ കണ്ടിരുന്നത്. വിച്ച് ഷോഡ് നോ ടോളറൻസ് വിത്തിൻ ദെയർ ഗ്രൂപ്പ് ഫോർ എനിവൺ ഹു ഹെൽഡ് ബിലീവ്സ് അറ്റ് വേരിയൻസ് വിത്ത് ദെയർ ഓൺ. അപ്പൊ ഈ അതായത് മറ്റ് വിശ്വാസങ്ങളോടോ ഒരു ടോളറൻസ് ഇല്ലാത്തൊരു സെക്ട് ആയിട്ടാണ് അവര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ കണ്ടിരുന്നത്. ദ പ്രോഗ്രാം ഹാഡ് ടു ബി റൺ ദ സെയിം വേ അറ്റ് സെന്റ് തോമസ് ഹോസ്പിറ്റൽ.
അപ്പൊ AA പ്രോഗ്രാം പോലെ തന്നെയാണ് സെന്റ് തോമസ് ഹോസ്പിറ്റലില് രോഗികളെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആസ് എ നോൺ സെക്രട്ടേറിയൻ ഓർഗനൈസേഷൻ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ആൽക്കഹോളിസം. അതായത് പ്രത്യേക മതവിഭാഗമല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ് അവിടെ ഈ ആൽക്കഹോളിസത്തിനെതിരായിട്ടുള്ള ചികിത്സ നടത്തിയിരുന്നത്. വിച്ച് ഓഫേർഡ് ഹെൽപ്പ് ടു എവരി വൺ ഇൻ നീഡ്. ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കായിട്ട്, റിഗാർഡ്ലെസ് ഓഫ് റിലീജിയസ് അഫിലിയേഷൻ. ഒരു മതപരമായിട്ടുള്ള അഫിലിയേഷനും അവര് കണക്കിലെടുത്തിരുന്നില്ല. ആൻഡ് വിച്ച് ഡിഡ് നോട്ട് മേക്ക് എനിവൺ ലിസൺ ടു പീപ്പിൾ പ്രീച്ചിങ് എനി കൈൻഡ് ഓഫ് റിലീജിയസ് ഡോഗ്മ ആസ് എ പ്രീ കണ്ടീഷൻ ഫോർ റിസീവിങ് ട്രീറ്റ്മെന്റ്. അപ്പൊ ആർക്ക് വേണേലും ഇത്തരം പ്രീച്ചിങ്ങോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ കേൾക്കുന്നതിലും അവർക്ക് തടസ്സമുണ്ടായിരുന്നു. റോമൻ കത്തോലിക്സ് ഇൻ ആൽക്കഹോളിസം അനോണിമസ് വുഡ് നോട്ട് ട്രൈ ടു പ്രീച്ച് ദെയർ ഫെയ്ത്ത് ടു ദി പ്രൊട്ടസ്റ്റന്റ്സ്. അപ്പോൾ ആൽക്കഹോളിസം അനോണിമസിലെ ഈ റോമൻ കത്തോലിക്കര് അവരുടെ വിശ്വാസങ്ങള് പ്രൊട്ടസ്റ്റന്റുമായിട്ട് പ്രീച്ച് ചെയ്യാനൊന്നും നോക്കിയില്ല. ബട്ട് ദേ വുഡ് റെസ്പെക്ട് മ്യൂച്വൽ ടോളറൻസ്. പക്ഷെ അവരെപ്പോഴും ഒരു മ്യൂച്വൽ ടോളറൻസ് പരസ്പരം ഉണ്ടാക്കിയിരുന്നു. ഫണ്ടമെന്റലിസ്റ്റ് വുഡ് ബി അലൗഡ് ടു ജോയിൻ AA as long as they followed the same rules. No attempts at taking over the group, no continual preaching of fundamentalist dogma and belief of AA meeting and so on. അപ്പോൾ അവർ പരസ്പരം ഒരു ടോളറൻസ് ഉണ്ടാക്കിയിരുന്നു. എല്ലാവരും സെയിം റൂളുകൾ ഫോളോ ചെയ്തിരുന്നു. അവരൊരിക്കലും ഒരു പ്രീച്ചിങ് ആയിട്ട് പരസ്പരം AA മീറ്റിംഗിൽ കണ്ടുമുട്ടിയില്ല. ദ ഫ്ലഡ് ഗേറ്റ്സ് വെയർ ഓപ്പൺ. ഇവിടെയാണ് ഒരു വെള്ളപ്പൊക്കം പോലെ നമ്മളുടെ അംഗങ്ങൾ കൂടുതൽ നമ്മളിലേക്ക് വരാൻ തുടങ്ങിയത്. ബൈ ദ ഫോൾ ഓഫ് 1940, 1940 ഫോളില് ഇറ്റ് വാസ് എസ്റ്റിമേറ്റഡ് ആൽക്കഹോളിസം അനോണിമസ് ഹാഡ് ബിക്കം 25% കാത്തലിക്. അപ്പൊ ഇത്തരം പരസ്പരം ടോളറൻസ് തുടങ്ങിയപ്പോൾ 25% അംഗങ്ങളും കാത്തലിക്കരായി. ഇറ്റ് വാസ് സ്റ്റിൽ an odd pairing. Many of the ideas in the big book reflect Protestant and liberal or new thoughts, beliefs, as well as adaptations of Oxford ideas. ഇതിന് മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ബിഗ് ബുക്കിലെ പല ഐഡിയകളും പ്രൊട്ടസ്റ്റന്റിനോടും കത്തോലിക്കരോടും അല്ലെങ്കിൽ പുതിയ ചിന്താഗതിയുള്ളവരോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. ഫോർ ദിസ് റീസൺ ഇറ്റ് വിൽ ബി വൈസ് ടു ഡിസ്കസ് സം ഓഫ് ദ ഏരിയാസ് വെയർ കാത്തലിക് ലീഡേഴ്സ് ഇൻ AA were going to have to work out with ways of dealing with ideas which are something quite new to them. അപ്പോൾ ഇതൊരു ബുദ്ധിപരമായിട്ടുള്ള വളരെ വയസ്സായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കത്തോലിക്ക ലീഡേഴ്സിനെ AAയിലുള്ള കത്തോലിക്കരായിട്ടുള്ള ലീഡേഴ്സ് അവര് കൂടുതൽ ഈ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടും വർക്ക് ചെയ്യാനായിട്ടും ശ്രമിച്ചതാണ്. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പും ആൽക്കഹോളിസം അനോണിമസും തമ്മിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ദ ആൽക്കഹോളിസം അനോണിമസ് മൂവ്മെന്റ് വാസ് ബിഗാൻ ആഫ്റ്റർ ബിൽ വിൽസൺ ആൻഡ് ഡോക്ടർ ബോബർ സ്മിത്ത് മെറ്റ് ഇൻ അക്രോൺ. അപ്പൊ ആൽക്കഹോളിസം അനോണിമസ് നമുക്കറിയാം തുടങ്ങിയത് ഒഹായോയില് ഒരു ഞായറാഴ്ച മെയ് 12, 1935 മദേഴ്സ് ഡേയിൽ വെച്ച് ഡോക്ടർ ബോബിനെ ബിൽ ഡബ്ല്യു കാണുന്നതോടുകൂടിയാണ് നമ്മുടെ ആൽക്കഹോളിസം അനോണിമസ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടു ഡിസ്കസ് ദർ മ്യൂച്വൽ ബാറ്റിൽ വിത്ത് ആൽക്കഹോളിസം. അവർ ചർച്ച ചെയ്തത് അവര് മദ്യാസക്തി അവരെങ്ങനെയാണ് ബാറ്റിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഡിസൈഡ് ടു വർക്ക് ടുഗദർ ടു ഡിവൈസ് എ മെത്തേഡ് ഓഫ് ഹീലിംഗ് ആൽക്കഹോളിസം. അപ്പൊ അങ്ങനെ ഒരു പുതിയ രീതി കണ്ടുപിടിക്കുകയാണ്. അതായത് മദ്യാസക്തിയിൽ നിന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിച്ച് വുഡ് ബി മെഡിക്കലി, സൈക്കോളജിക്കലി ആൻഡ് സ്പിരിച്വലി സൗണ്ട്. അപ്പൊ അത് അവർ ആദ്യം മെഡിക്കലി ആയിരുന്നു, വൈദ്യശാസ്ത്രപരമായിട്ടും സൈക്കോളജിക്കലി മാനസികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ആൻഡ് സ്പിരിച്വലി ആത്മീയമായിട്ട്. അപ്പൊ 3 വഴിക്ക് ആ മെത്തേഡ് എടുക്കാനായിട്ട് അവർ ശ്രമിച്ചു. 5 months earlier on December 14, 1935, അതായത് ഡിസംബർ 14, 1935 ബിൽ ഡബ്ല്യു ഹാഡ് എ പ്രൊഫൗണ്ട് സ്പിരിച്വലിസം ഇൻ ടൗൺസ് ഹോസ്പിറ്റൽ. ബിൽ ഡബ്ല്യുവിന് ഒരു ടൗൺസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് 1934 ഡിസംബർ 14 ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ചർച്ച ചെയ്തതാണ്. ന്യൂയോർക്ക് സിറ്റി ആസ് എ റിസൾട്ട് ഓഫ് കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ കോൾഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അപ്പൊ അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോവുകയും അവരുമായിട്ട് കോൺടാക്ട് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഒരു എക്സ്പീരിയൻസിന്. ആൻഡ് ഹാഡ് നോട്ട് ഹാഡ് എ ഡ്രിങ്ക് സിൻസ് ദാറ്റ് പോയിന്റ്. അവിടെ വെച്ച് അതിനുശേഷം അദ്ദേഹം കുടിച്ചിട്ടില്ല. ആസ് ഹി ഡിസ്ക്രൈബ്ഡ് ഹിസ് എക്സ്പീരിയൻസ് ഓൺ പേജ് 14 ഓഫ് ദ ബിഗ് ബുക്ക്. അദ്ദേഹം ഇതിനെപ്പറ്റി 14ാമത്തെ പേജില് ബുക്കിൽ പറയുന്നുണ്ട്. ഹി കെയിം ടു ദ റിയലൈസേഷൻ വൈൽ ഹി ലേ ഓൺ ദ ഹോസ്പിറ്റൽ ബെഡ്. അങ്ങനെ അദ്ദേഹം ഒരു മലമുകളിലേക്ക് കയറുന്നതായിട്ടും ഇളങ്കാറ്റ് വീശുന്നതായിട്ടും ഒരു സമാധാനവും സെറനിറ്റിയും അദ്ദേഹത്തിന് വരുന്നതൊക്കെ ആയിട്ട് അതിനകത്ത്
വിശ അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആസ് ഹി ഡിസ്ക്രൈബ്ഡ് ദ എക്സ്പീരിയൻസ് വൈൽ സ്പീക്കിംഗ് ടു ദി എ ഇന്റർനാഷണൽ ഇൻ സെന്റ് ലൂയിസ് ഇൻ 1955. 1955 സെന്റ് ലൂയിസിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കൺവെൻഷനിൽ വെച്ച് അദ്ദേഹം ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത് ദർ വാസ് ഓൾസോ എ വിഷൻ ഓഫ് ലൈറ്റ് ഇൻവോൾവ്ഡ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആത്മീയ പ്രകാശം ഉണ്ടായി എന്നും സിമിലർ ടു വാട്ട് വാസ് ഡിസ്ക്രൈബ്ഡ് ഇൻ നമ്പർ ഓഫ് മെഡീവൽ റോമൻ കത്തോലിക്കോ ആൻഡ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സ്പിരിച്വൽ റൈറ്റിംഗ്സ്. അപ്പൊ ഇത് പലപ്പോഴും ഈ റോമൻ കത്തോലിക്കരുടെയും ഓർത്തഡോക്സ് സ്പിരിച്വൽ റൈറ്റിംഗ്സിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ആശയമായിട്ട് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. As a result of this experience, when Bill Wilson met Dr. Bob on Mother's Day of 1935, Bill had been sober and attending Oxford group meetings in New York City for the 5 months. അതായത് 5 മാസങ്ങളിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുത്തതിന് ശേഷമാണ് 1935 ഡോക്ടർ ബോബിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. ഡോക്ടർ ബോബ് ഓൺ ദ അതർ ഹാൻഡ്, ഈവൻ ദോ ഹി ഹാഡ് ബീൻ അറ്റൻഡിങ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് ഇൻ അക്രോൺ ഒഹായോ ഫോർ 2.5 years, സ്റ്റിൽ ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു ഗെറ്റ് സോബർ അറ്റ് ഓൾ. ഈ സമയത്ത് ഡോക്ടർ ബോബും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് മുക്തി നേടാൻ കഴിഞ്ഞില്ല, ഈ മദ്യാസക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല. 2.5 വർഷത്തോളം അദ്ദേഹവും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയതാണ്. അപ്പം 2 അനുഭവങ്ങളാണ്. ഡബ്ല്യുവും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയി, അദ്ദേഹം സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടി, അദ്ദേഹത്തിന് മോചനം കിട്ടി. അതുപോലെ തന്നെ ഡോക്ടർ ബോബ് 2.5 വർഷത്തോളം പോയെങ്കിലും മോചനം കിട്ടിയില്ല. ഈ 2 എക്സ്പീരിയൻസും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഈ ആൽക്കഹോളിക്സ് ഒരു പുതിയ മെത്തേഡ് അവതരിപ്പിക്കാനായിട്ടാണ് ഡോക്ടർ സിൽക്വർത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം ഇതിന്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ ബോബിനോട് സംസാരിക്കുകയും നമ്മളുടെ ഈ ന്യൂ മെത്തേഡായിട്ടുള്ള എ രൂപീകരിക്കുകയും ചെയ്തത്. ദ ടു ഓഫ് ദം ഹൗവർ ബിഗാൻ വർക്കിംഗ് വിത്ത് ടുഗദർ ടു ട്രൈ ടു റിവൈസ് ആൻഡ് ഇംപ്രൂവ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പ്രോഗ്രാം. അങ്ങനെയാണ് അവര് ഒന്നും കൂടി റിവൈസ് ചെയ്തുകൊണ്ട്, കൂടുതൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം പിന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ബൈ ജൂണിലേക്ക് ആവുമ്പോഴത്തേക്ക് തയ്യാറായി. ഡോക്ടർ ബോബ് ഹാഡ് ഗോട്ടഡ് കണ്ടിന്യൂസ്ലി സോബർ ആൻഡ് നെവർ ഡ്രാങ്ക് അഗൈൻ. ഡോക്ടർ ബോബ് അതിനുശേഷം കുടിച്ചിട്ടില്ല. ആസ് ദേ ട്രൈഡ് ദിസ് ന്യൂ മെത്തേഡ് ഔട്ട് ഓൺ അതർ ആൽക്കഹോളിസ്റ്റ്. അവർ വീണ്ടും ഈ മെത്തേഡ് മറ്റുള്ള ആൽക്കഹോളിക്കിൽ പരീക്ഷിക്കാൻ തുടങ്ങി. ദേ വെർ സൂൺ അച്ചീവ് എ ഫാർ ഹയർ സക്സസ് റേറ്റ് ദാൻ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഹാഡ് എവർ മാനേജർ. പക്ഷെ ഇവിടെ ഇവർക്ക് കൂടുതൽ വിജയം, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മാനേജ് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകളെ കിട്ടുകയും അവർ മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. Nevertheless, they and their earliest followers incorporated a certain number of that group's beliefs and practices into their new alcoholic recovery program. അവര് ഈ പുതിയതായിട്ട് നമ്മുടെ എയുടെ ന്യൂ ആൽക്കഹോളിക് റിക്കവറി പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദേ കണ്ടിന്യൂഡ് ടു അറ്റൻഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ്സ് ഫോർ quite some time after this down to 1937. 1937 ന്യൂയോർക്കിലും 1939 അക്രോണിലും ക്ലെവ്ലാൻഡിലും അംഗങ്ങള് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ തുടർച്ചയായിട്ട് പോകാൻ തുടങ്ങി. അപ്പൊ അവരെ പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ മീറ്റിങ്ങുകളിൽ, അത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. ന്യൂയോർക്കിലും ക്ലെവ്ലാൻഡിലും അക്രോണിലും 3 ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. പിന്നീടാണ് അവര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ട് നിൽക്കുന്നത്. അപ്പോ അടുത്ത ഭാഗത്ത് ആയിട്ട് ഈ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ക്ലേവ്ലാൻഡില് നമുക്കറിയാം ആൻഡ് സിസ്റ്റർ ഇഗ്നേഷ്യയെ കുറിച്ച് അറിയാം. ക്ലേവ്ലാൻഡ് കത്തോലിക്കരായിട്ടുള്ള ആളുകൾ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് സ്പ്ലിറ്റ് ആയി ബൈ ഏപ്രിൽ 1939. അതായത് 1939 ആയപ്പോഴത്തേക്കും ബുക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവർ അവിടെ നിന്ന് സ്പ്ലിറ്റ് ആയി. അവര് 14 ആൽക്കഹോളിക്സ് ഇൻ ക്ലേവ്ലാൻഡ്. ആ സമയത്ത് അവർ 14 ആൽക്കഹോളിക്കുകളായിട്ടുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒഹായോ എ മേജർ അമേരിക്കൻ മാനുഫാക്ചറിംഗ് സിറ്റി ലേക്ക് ഏരിയ. They were led up by a name named Clarence Center. അപ്പോൾ അവർ ക്ലാരൻസ് സെന്റർ എന്ന് പറയുന്ന ഒരു അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് അവിടെ ക്ലേവ്ലാൻഡിലെ ഗ്രൂപ്പ് നടന്നുകൊണ്ടിരുന്നത്. ഹു ഹാഡ് ഗോട്ടൺ സോബർ ഓൺ February 11, 1938. 1938 ഫെബ്രുവരി 11 ക്ലാരൻസ് സെന്ററിന് മോചനം ലഭിക്കുന്നത്. The Cleveland people were traveling every week to the Wednesday night Oxford group meeting at T. Henry and Clarence Williams home in Akron. അപ്പൊ അക്രോണിലെ ടി ഹെൻറിയുടെയും ക്ലാരൻസ് വില്യംസിന്റെയും വീടുകളിൽ ആഴ്ചതോറും നടന്നിരുന്ന, അത് ഏകദേശം ക്ലെവ്ലാൻഡിൽ നിന്ന് ആ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 40 മൈല്
സൗത്തിലേക്ക് സഞ്ചരിക്കണമായിരുന്നു. അത്രയും ദൂരം പോയിട്ടാണ് അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ദ പ്രോബ്ലം വാസ് ദാറ്റ് എ മെജോറിറ്റി ഓഫ് ദ ക്ലേവ്ലാൻഡ് കണ്ടിൻജന്റ് വേർ റോമൻ കത്തോലിക്സ്. ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ക്ലേവ്ലാൻഡില് ഭൂരിഭാഗം അംഗങ്ങളും റോമൻ കത്തോലിക്കരായിരുന്നു. ആൻഡ് ദേ ഇൻഫോംഡ് ക്ലാരൻസ് ദാറ്റ് their parish priest had told them they would be excommunicated if they continued attending ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ്. അതായത് ക്ലാരൻസിനോട് പറയാണ്, അതായത് അവരുടെ ഇടവകയിലെ അച്ഛൻ പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ ഇനിയും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ അവരെ ഇടവകയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. വൺ ഓഫ് ദ ഇഷ്യൂ അക്കോർഡിംഗ് ടു ദ ലേറ്റർ മെമ്മറീസ്, പിന്നീട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് were taught to confess their worst and most secret sins to one another. അതായത് ഇതിന്റെ ഒരു പുതിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കുമ്പസാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തണമെന്നുള്ള ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ടീച്ചിങ്ങുകളാണ്. എ ഗുഡ് കാത്തലിക് വുഡ് ഓൺലി ഫൈൻഡ് ദാറ്റ് അഡ്വൈസബിൾ ഓർ അപ്രീഷിയേറ്റ് വെൻ ഡൺ ദ ട്രെയിനഡ് ആൻഡ് കോമ്പിറ്റന്റ് പ്രീസ്റ്റ്. അതായത് ഒരു പുരോഹിതന്റെ, അതായത് പരിശീലനം ലഭിച്ച ഒരു പുരോഹിതന്റെ അടുത്തല്ലാതെ ഇത്തരം പാപങ്ങൾ പരസ്പരം തുടർന്ന് പറയുന്നത് ശരിയല്ല എന്നായിരുന്നു അന്നത്തെ ആറ്റിറ്റ്യൂഡ്. ഹു ന്യൂ ഹൗ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സീരിയസ് സിൻസ് ആൻഡ് ഇമാജിനറി ഇഷ്യൂസ്. അപ്പം ആർക്കാണ് പാപങ്ങളുടെ ഗൗരവവും അതിനകത്തുണ്ടാകുന്ന ഭാവനാസമ്പന്നമായിട്ടുള്ള പ്രശ്നങ്ങളും, അതായത് പിന്നീട് അതിനകത്തുണ്ടാകുന്ന ഇഷ്യൂസും മനസ്സിലാക്കാനായിട്ട് കഴിവുള്ള ഒരു അച്ഛന്റെ അടുത്ത് മാത്രമേ കുമ്പസാരിക്കാവൂ എന്നായിരുന്നു അന്നത്തെ ഒരു വിശ്വാസം. ആൻഡ് ഹു ഹാഡ് ദ പവർ ദ കീസ് ആൻഡ് വുഡ് ബി ഏബിൾ ടു ഫോർഗീവ് ദ പേഴ്സൺ സിൻസ്. ആർക്കാണോ ആരുടെയും പാപങ്ങൾ മോചിക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തികളാണ് ഈ പുരോഹിതര്. അപ്പൊ അവരുടെ മുമ്പിൽ മാത്രം പാപങ്ങൾ ഏറ്റുപറഞ്ഞാലാണ് സാധിക്കുകയുള്ളൂ എന്നായിരുന്നു കത്തോലിക്ക വിശ്വാസം. ആൻഡ് റിസ്റ്റോർ ദ പേഴ്സൺ എ സ്റ്റേറ്റ് ഓഫ് ഗ്രേസ്. അവനെ വീണ്ടും ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാനായിട്ട് ഈ അച്ഛന് ഇങ്ങനത്തെ ഈ പാപമോചനത്തിലൂടെ നല്ല ഒരു ഗ്രേസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവരിപ്പോഴും അങ്ങനെ തന്നെയാണ് കത്തോലിക്കരായിട്ടുള്ള അംഗങ്ങൾ വിശ്വസിക്കുന്നത്. ക്ലാരൻസ് റിപ്പീറ്റ്ലി ട്രൈഡ് ടു ഗെറ്റ് ഡോക്ടർ ബോബ് ടു സ്റ്റോപ്പ് ഹോൾഡിംഗ് ദ മെയിൻ വീക്ക്ലി മീറ്റിംഗ് ഫോർ ആൽക്കഹോളിക്സ് ആസ് പാർട്ട് ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഗാദറിംഗ്. ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം ക്ലാരൻസ് പലപ്പോഴും റിപ്പീറ്റഡ്ലി പല ആവർത്തി ഡോക്ടർ ബോബിനോട് പറഞ്ഞു, ഈ വീക്ക്ലി മീറ്റിങ്ങുകൾ, അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ വീക്ക്ലി മീറ്റിങ്ങുകളിൽ നമ്മുടെ അംഗങ്ങളായ ആൽക്കഹോളിക്സിനെ പങ്കെടുപ്പിക്കുന്നത് നിർത്തണമെന്നും, ടി ഹെൻറിയുടെയും ക്ലാരൻസ് വില്യംസിന്റെ ഹോമിലുള്ള മീറ്റിങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായും AA എന്ന ലേബലിൽ മാറണമെന്നും ക്ലാരൻസ് തുടർച്ചയായി ആവശ്യപ്പെട്ടു. An additional part of the problem was that the alcoholics were being benched in there with the non-alcoholics Oxford group members. അതിന് മറ്റൊരു കാര്യം ക്ലാരൻസ് പറഞ്ഞത്, ആൽക്കഹോളിക് ആയിട്ടുള്ള അംഗങ്ങള് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളവരും കൂടിയുള്ള, അതായത് രണ്ടു കൂട്ടരുമുള്ള ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ അംഗങ്ങളുടെ അടുത്താണ് പോയിരിക്കുന്നത്. ദ വെനസ്ഡേ ഗാദറിംഗ് വാസ് നോട്ട് എ മീറ്റിംഗ് ഫോർ ആൽക്കഹോളിക്സ് അലോൺ. അപ്പൊ അവിടുത്തെ ബുധനാഴ്ചത്തെ മീറ്റിങ്ങുകൾ ആൽക്കഹോളിക്കുകൾക്ക് മാത്രമുള്ളതല്ല, അവർക്ക് തീർച്ചയായും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളും കൂടി അവിടെ വരുമായിരുന്നു. ബട്ട് ഡോക്ടർ ബോബ്സ് ലോയൽറ്റി ടു ഹെൻറി ക്ലാരൻസ്, ഹെൻറിറ്റ സെബർലിംഗ് ആൻഡ് ദ അതർ നോൺ ആൽക്കഹോളിക്സ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്സ് റിമൈൻഡ് അൺബ്രേക്കബിൾ. അതായത് ഡോക്ടർ ബോബിനെ സംബന്ധിച്ചിടത്തോളം ടി ഹെൻറിയോടും ഈ ക്ലാരൻസിനോടും ഹെൻറിറ്റ സെബർലിംഗിനോടും ഒക്കെയുള്ള ഒരു മുറിക്കാനാകാത്ത ഒരു ബന്ധം എപ്പോഴും ഓക്സ്ഫോർഡ് ഗ്രൂപ്പേഴ്സുമായിട്ട് ഡോക്ടർ ബോബിനുണ്ടായിരുന്നു. ആൻഡ് ഹി റെഫ്യൂസ് ടു സ്റ്റോപ്പ് ഓർഡറിംഗ് ദ ആൽക്കഹോളിസ്റ്റ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്കുകളോട് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പറയാനായിട്ട് അവർ മടി കാണിച്ചു. ഫൈനലി ഇൻ ഏപ്രിൽ 1939, കൂടാതെ ഏപ്രിൽ 1939 ക്ലാരൻസ് വാസ് വർക്കിംഗ് ഓൺ എ ക്ലേവ്ലാൻഡ് ആൽക്കഹോളിക് നെയ്മഡ് ആൽബർട്ട്. 1939 ഏപ്രില് ക്ലാരൻസ് ക്ലേവ്ലാൻഡില് ഈ ആൽബർട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എബി എന്ന് പറയുന്ന ഒരാളുമായിട്ട് വർക്ക് ചെയ്തു. എബി സ്റ്റോറീസ് മേഡ് ഇറ്റ് ഇൻ ടു ദ സെക്കൻഡ് ആൻഡ് തേർഡ് എഡിഷൻ ഓഫ് ദ ബുക്ക് അണ്ടർ ദ ടൈറ്റിൽ ഹി തോട്ട് ഹി കുഡ് ഡ്രിങ്ക് ലൈക്ക് എ ജെന്റിൽമാൻ. അതായത് ഹി തോട്ട് ഹി കുഡ് ഡ്രിങ്ക് ലൈക്ക് എ ജെന്റിൽമാൻ എന്നുള്ള പേരില് ബുക്കില് പറഞ്ഞിട്ടുണ്ട്. When Clarence began discussing the Catholic problem with Abby's wife Grace, he told her and start their own meetings right there in Cleveland. അപ്പം ക്ലാരൻസ് ഈ പറയുന്ന കാത്തലിക്കരുടെ പ്രശ്നം
എബിയുമായി ചർച്ച ചെയ്യുകയും എബീസ് വൈഫ് ഗ്രേസുമായി ചർച്ച ചെയ്യും. ഹി ടോൾഡ് ഹെർ ആൻഡ് സ്റ്റാർട്ട് ദെയർ ഓൺ മീറ്റിംഗ്സ് റൈറ്റ് ദെയർ ഇൻ ക്ലേവ്ലാൻഡ്. അവരുടെ സ്വന്തമായിട്ടൊരു മീറ്റിംഗ് ക്ലേവ്ലാൻഡിൽ തുടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ബട്ട് ദാറ്റ് ഹി ഹാഡ് ബീൻ അനേബിൾ ടു ഫൈൻഡ് എനി പ്ലേസ് ദേ കുഡ് മീറ്റ്. പക്ഷെ അവർക്ക് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടും. ഗ്രേസ് ടോൾഡ് ഹിം ദാറ്റ് ഷീ ആൻഡ് എബി വുഡ് ബി ഗ്ലാഡ് ടു വെൽക്കം ദം ഇൻ ടു ദെയർ ഹോം അറ്റ് 2345 സ്റ്റിൽമാൻ റോഡ് ഇൻ ക്ലേവ്ലാൻഡ് ഹൈറ്റ്സ്. അപ്പൊ അവർക്ക് ഈ സ്ഥലം കിട്ടാത്തതുകൊണ്ട്, ഒരു മീറ്റിംഗ് തുടങ്ങാനുള്ള സ്ഥലം കിട്ടാത്തതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് അവര് ക്ഷണിക്കുകയാണ്. ഹിസ്റ്റോറിയൻ നാൻസി ഓൾസൺ ബിലീവ്ഡ് ദാറ്റ് എബി ഹിംസെൽഫ് വാസ് കാതലിക്, ബട്ട് ഐ ഹാവ് ബീൻ അനേബിൾ ടു പ്രൊഡ്യൂസ് ഇൻഡിപെൻഡന്റ് കൺഫർമേഷൻ ഓഫ് ദിസ്. അപ്പൊ അത് അവനൊരു കത്തോലിക്കനായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആർമഡ് വിത്ത് ദിസ് ന്യൂ പോസിബിലിറ്റി ക്ലാരൻസ് സെവർത്തലസ് മേഡ് വൺ ഫൈനൽ അറ്റംപ്റ്റ് ടു കൺവിൻസ് ഡോക്ടർ ബോബ് ടു ബ്രേക്ക് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് കണക്ഷൻ. ഈ ഒരു ഇത് കൂടി വന്നപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ കണക്ഷൻ മാറ്റണമെന്ന് ഡോക്ടർ ബോബിനോട് പിന്നീട് ക്ലാരൻസ് പറയാണ്. ഐ സേസ് ഡോക്ടർ, യു നോ ദിസ് ഫെലോസ് കാൻ കം. ഡോക്ടർ, നമുക്കറിയാം ഇവർക്ക് വരാൻ കഴിയില്ല. ഐ സേസ് ദേ കാൻ ബിലോങ് ടു ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അവര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഐ സേസ് വി ഡോണ്ട് നീഡ് ഓൾ ദ ഫ്ലഡറൽ ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അതായത് അവിടുത്തെ പഠനങ്ങൾ നമുക്ക് ആവശ്യമില്ല. വി കാൺ എലിമിനേറ്റ് എ ലോട്ട് ഓഫ് ദ സ്റ്റഫ്. പല കാര്യങ്ങളും നമുക്ക് മാറ്റേണ്ടി വരും. വി ഹാവ് എ ബുക്ക് നൗ വിത്ത് ദിസ് 12 സ്റ്റെപ്സ്. അതുകൊണ്ട് നമുക്ക് 12 പടികളുടെ ഒരു ബുക്ക് ഉണ്ട്. ആൻഡ് വി ഹാവ് ദ 4 അബ്സല്യൂട്ട്. നമുക്ക് 4 അബ്സല്യൂട്ടുകളുണ്ട്. ആൻഡ് എനി വൺ ക്യാൻ ലിവ് വിത്ത് ഇറ്റ്. ആർക്ക് വേണമെങ്കിലും അതിലൂടെ ജീവിക്കാൻ കഴിയും. ഹി സേസ് വെൽ യു ക്യാൻ ഡു ദാറ്റ്. ഹി സേസ് യു ക്യാൻ ബ്രേക്ക് ദിസ് തിങ്സ് അപ്പ്. പക്ഷെ ഡോക്ടർ ബോബ് പറഞ്ഞു, നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, നിനക്ക് ഇതുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ സാധിക്കില്ല. ഐ സേസ് വി ആർ നോട്ട് ബ്രേക്കിംഗ് എനിത്തിങ് അപ്പ്. അപ്പൊ ക്ലാരൻസ് വീണ്ടും ഡോക്ടർ ബോബിനോട് പറയാണ്, നമ്മളിത് മുറിച്ചു മാറ്റുന്നതല്ല. ആൾ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് വിത്ത് മോർ യൂണിവേഴ്സാലിറ്റി സോ ദാറ്റ് എനിബഡി ക്യാൻ ബിലോങ് വെദർ ദേ ഹാവ് എ റിലീജിയൻ ഓർ ബിലീവ് ഇൻ എനിത്തിങ് ഓർ നോട്ട്, ദേ ക്യാൻ കം. അതായത് ക്ലാരൻസ് ഡോക്ടർ ബോബിനെ വീണ്ടും കൺവിൻസ് ശ്രമിക്കുകയാണ്. നമുക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്നാൽ, അതായത് ഓക്സ്ഫോർഡിന്റെ ഒരു പ്രോഗ്രാമിൽ മാറി നിന്നാൽ ഇതിനൊരു സാർവത്രികത, ലോകമാന സാർവത്രികത ലഭിക്കുകയും ഒരു മതത്തിന്റെയോ വിശ്വാസങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ലാതെ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ കഴിയും എന്ന് പറയുന്നത്. ഹി സേസ് വെൽ യു ക്യാൻ ഡു ദാറ്റ്. നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഐ സേസ് വി ആർ ഗോണ ഡു ദാറ്റ്, ഡു സംതിങ്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഹി സേസ് ലൈക്ക് വാട്ട്, എന്തുവാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആൻഡ് ഐ സേസ് വെൽ വി വിൽ ഓൾസോ ലൈക്ക് വാട്ട്. നമുക്ക് എല്ലാവർക്കും കാണാം എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലാരൻസ് അവിടെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. At the very end of his life, at this time, he married his third wife, Grace. This was in 1971, the year that turned 69. അപ്പം 69-ാമത്തെ വയസ്സിൽ, അതായത് 1971 ക്ലാരൻസ് അവന്റെ മൂന്നാമത്തെ ഭാര്യയായ ഗ്രേസിനെ മാരി ചെയ്യുകയും, ക്ലാരൻസ് ഹാഡ് എ ലോങ് ആൻഡ് ടർബുലന്റ് ലൈഫ് ഫിൽഡ് വിത്ത് മെനി ഡിസപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഫെയിലിയേഴ്സ്. ധാരാളം നിരാശകളും തോൽവികളും ഒക്കെ സംഭവിച്ച ജീവിതമായിരുന്നു അതാണ്. അറ്റ് ദാറ്റ് പോയിന്റ് ക്ലാരൻസ് ടേൺഡ് ഇൻടു എ പ്രൊട്ടസ്റ്റന്റ് ഫണ്ടമെന്റലിസ്റ്റ് ആൻഡ് ബിഗാൻ ടീച്ചിങ് ആൻഡ് അസംബ്ലീസ് ഓഫ് ഗോഡ്. ഈ സമയത്ത് ഇദ്ദേഹം ഈ പ്രൊട്ടസ്റ്റന്റ് പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ പെന്തക്കോസ്റ്റൽ സ്റ്റൈൽ റിക്കവറി പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് ന്യൂ കമേഴ്സിന് അദ്ദേഹം അങ്ങനെ ആ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ മുട്ടിൽമേൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് അവസാന കാലഘട്ടത്തായപ്പോ ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പൊ സം ഹിസ്റ്റോറിയൻ ഫോക്കസ് primarily on that final phase of the life and they think about Clarence style of AA teaching. അപ്പൊ ഹിസ്റ്റോറിയൻ പറയുന്നത് ക്ലാരൻസിന്റെ സ്വന്തം സ്റ്റൈൽ ഒരു ടീച്ചിങ് ആണ്. ബട്ട് ബാക്ക് ഇയർ ഇൻ 1939 ഹി വാസ് എ വെരി ഡിഫറെന്റ് പേഴ്സൺ. 1939 ഒരു വ്യത്യസ്തനായ മനുഷ്യൻ. പിന്നീട് അദ്ദേഹം മറ്റു പല ടീച്ചിങ്ങിലേക്കും പോയി. only 36 years old and still filled with hope and overflowing confidence in God's redeeming power. He instead emphasized a kind of AA based on universalism. അപ്പൊ എയുടെ ഒരു യൂണിവേഴ്സാലിസം അദ്ദേഹം അംഗീകരിച്ചു. വേറെ എനിബഡി ക്യാൻ ബിലോങ് വെദർ ദേ ഹാവ് എ റിലീജിയൻ ഓർ ബിലീവ് ഇൻ എനിത്തിങ് ഓർ നോട്ട്. അദ്ദേഹം ഒരു മതത്തിലോ മറ്റു വിശ്വാസങ്ങളിലോ ഒന്നും വിശ്വാസം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും എന്ന് പറയാണ്. അപ്പം പിന്നീട് the young liberal Clarence Center did not want to see the Cleveland Roman Catholic excuses out of AA. അതായത് റോമൻ കത്തോലിക്കരായിട്ടുള്ള ആളുകൾ ആ എയിൽ വന്നതിന് ശേഷം അവിടെ ഞെങ്ങി ഞെരിയുന്നത് കാണാനായിട്ട് യങ് ആയിട്ടുള്ള ക്ലാരൻസ് സെന്ററിന് കഴിയുമായിരുന്നില്ല.
അതുകൊണ്ടാണ് അദ്ദേഹം മെയ് 10, 1939 അദ്ദേഹം അവസാനമായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗിൽ ടി ഹെൻറി യുടെയും ക്ലാരൻസ് വില്യംസിന്റെയും വീടുകളിൽ ആ ആഴ്ചയിൽ മാത്രം അദ്ദേഹം പോയി. ആൻഡ് ദ ക്ലോസ് ഓഫ് ദ മീറ്റിംഗ് ക്ലാരൻസ് അനൗൺസ് ദാറ്റ്, ക്ലാരൻസ് ഇങ്ങനെ പറയുന്നുണ്ട്, ദ ലാസ്റ്റ് ടൈം ദ ക്ലേവ്ലാൻഡ് കണ്ടിൻജന്റ് വുഡ് ബി ഡൗൺ ഓൺ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആസ് എ ഹോൾ. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ വിട്ടുപിരിയുന്നതായിട്ട് ഡോക്ടർ ബോബിനോട് അദ്ദേഹം പറയുന്നുണ്ട്. വി ആർ ഗോണ സ്റ്റാർട്ട് അവർ ഓൺ ഗ്രൂപ്പ് ഇൻ ക്ലേവ്ലാൻഡ്. അവർ പറയുന്നുണ്ട്, എയുടേതായ തനിമയിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ആരംഭിക്കുകയാണ്. ദിസ് ഇസ് നോട്ട് ഗോണ ബി ആൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. ഇതൊരിക്കലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആയിരിക്കില്ല. ഇറ്റ്സ് ഗോണ ബി നോൺ ആസ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഇത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നറിയപ്പെടും. വി ആർ ടേക്കിംഗ് ദ നെയിം ഫ്രം ദ ബുക്ക്. ഇത് ഞങ്ങൾ ആ ബുക്കിൽ നിന്നാണ് ആ പേര് സ്വീകരിക്കുന്നത്. ആൻഡ് ഓൺലി ആൽക്കഹോളിക്സ് ആൻഡ് ദെയർ ഫാമിലീസ് ആർ വെൽക്കമർ. അപ്പൊ ആൽക്കഹോളിക്സിന് അവർക്ക് കുടുംബക്കാർക്ക് മാത്രമേ സ്വാഗതം ഉണ്ടാവുള്ളൂ. നോബഡി എൽസ്, മറ്റാർക്കും ഉണ്ടാകില്ല. വി ആർ ഗോണ മീറ്റ് അറ്റ് 235 സ്റ്റിൽമൻ റോഡ്, ക്ലേവ്ലാൻഡ് ഹൈറ്റ്സ്. അതായത് ഗ്രേസ് ജിയുടെ അല്ലെങ്കിൽ ബി ജിയുടെ വീട്ടിൽ ഞങ്ങൾ ഉച്ചയിരും. ഡോക്ടർ സ്റ്റുഡ് അപ്പ് ആൻഡ് സെഡ്, ഡോക്ടർ എണീറ്റ് നിന്നു. യു ക്യാൻ ഡു ദിസ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നു. ക്ലാരൻസ് റിപ്ലൈഡ്, there നത്തിങ് ടു ടോക്ക് അബൌട്ട്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഞാൻ മീറ്റിംഗ് ആരംഭിക്കുകയാണെന്ന് ക്ലാരൻസ് ഡോക്ടറോട് പറയാണ്. ദ മീറ്റിംഗ് ബ്രോക്ക് അപ്പ് ഇൻ എ നിയർ റയറ്റ് ഓഫ് ദ ക്ലേവ്ലാൻഡ് പ്രൊട്ടസ്റ്റേഴ്സ് സ്റ്റുഡ് അപ്പ് ആൻഡ് വാക്ക്ഡ് ഔട്ട്. അപ്പോൾ ആ മീറ്റിംഗിൽ എണീറ്റ് നിന്നുകൊണ്ട് ആ മീറ്റിങ്ങിനെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ക്ലേവ്ലാൻഡിലെ ഈ തരം പ്രൊട്ടസ്റ്റേഴ്സ് അവര് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. 3 or 4 ഓഫ് ദ ക്ലേവ്ലാൻഡ് ആൽക്കഹോളിക്സ് റിഫ്യൂസ് ടു ജോയിൻ ദിസ് റെബിലിയൻ. 2, 3, 4 പേര് മാത്രം തിരിച്ചു വന്നില്ല. ബട്ട് 9 ഓഫ് ദം, അതായത് 9 പേര് അവിടെ നിന്ന് തിരിച്ചു വന്നു. നമുക്കറിയാം 14 പേരാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് 3, 4 പേര് അവിടെ തിരിച്ചു പോവുകയും, പക്ഷെ ബാക്കി 9 പേര് ക്ലാരൻസസിന്റെ തീരുമാനത്തോട് യോജിച്ചു നിൽക്കുകയും ചെയ്യും. ആൻഡ് ഹെൽഡ് ദെയർ ഫസ്റ്റ് ക്ലേവ്ലാൻഡ് മീറ്റിംഗ് നെക്സ്റ്റ് ഈവനിങ് മെയ് 11, 1939. 1939 ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിലുള്ള ആദ്യത്തെ ഗ്രൂപ്പ് തുടങ്ങി മെയ് 11, 1939. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിലുള്ള ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ മെയ് 11, 1939 ആൽക്കഹോളിക്സ് അനോണിമസ് ആരംഭിച്ചിട്ട് 1935 ആയെങ്കിലും അതിനുശേഷം 4 വർഷത്തിന് ശേഷമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്വന്തം പേരിലുള്ള ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത്. എവരി വൺ ഫ്രം ആക്രോൺ traveled the 40 miles to Cleveland and barged into the Glorix home as Clarence described it. അവരെ 40 മൈല് പലരും സഞ്ചരിച്ചിട്ടാണ് ഈ മീറ്റിംഗിൽ പങ്കുചേർന്നത്. The whole group descended upon us and tried to break up our meeting. One guy was gone with me. I want you to know that this was all done in pure Christ love. AA started in riots. It rose in riots. അതായത് എ ആരംഭിച്ചത് ലഹളയിലാണ്. ഇത് പലപ്പോഴും ലഹള ഉണ്ടായി തന്നെയാണ് ഇത് വളർന്നതും പന്തലിച്ചതും എന്നൊക്കെയാണ് അവിടെ പറയാ. അപ്പൊ ചില ആളുകൾ അതിനകത്ത് കരയുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് പോന്നപ്പോ അവര് കരഞ്ഞ് നിലവിളിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻ എ ലെറ്റർ ടു ഹാങ് പി ഓൺ June 4, 1939, 1939 ഹാങ് പിയുടെ ലെറ്ററിൽ ക്ലാരൻസ് ടോൾഡ് ഹിം ദാറ്റ് ഇൻ ദ ന്യൂ ക്ലേവ്ലാൻഡ് ഗ്രൂപ്പ് ദെയർ വാസ് നോട്ട് ടു മച്ച് സ്ട്രെസ് ഓൺ സ്പിരിച്വൽ ബിസിനസ് അറ്റ് മീറ്റിംഗ്. അപ്പൊ അദ്ദേഹം ഹെൻറിയോട് പറയണം, ഈ പുതിയ ഗ്രൂപ്പിന് ആത്മീയതയുടെ വലിയ തോതിലുള്ള ബിസിനസ് ഉണ്ടാകുകയില്ല. ഇറ്റ് വാസ് കണ്ടക്ടഡ് ഇൻ അതർ വേർഡ്സ്. ഇത് മറ്റൊരു വഴിക്കാണ് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ എ വേ വെരി ഡിഫറെന്റ് ഫ്രം ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് സ്ട്രോങ്ലി റിലീജിയസ് സ്റ്റൈൽ. അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മതപരമായിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ഇത് പറയുന്നത്. ചരിത്രകാരനായ മിച്ചൽ കെ ഇതിനെ പറ്റി പറയുന്നത്, ക്ലാരൻസ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഓവർ സ്പിരിച്വൽ ബിലോങ് ബിറ്റ്വീൻ എ ബേബി ആൻഡ് ഹിസ് സ്പോൺസർ. ക്ലാരൻസ് എപ്പോഴും വിശ്വസിച്ചിരുന്നത് സ്പോൺസറും അവന്റെ കുട്ടിയും, അതായത് പുതിയ ന്യൂകമറുമായിട്ടായിരിക്കണം ഈ സ്പിരിച്വൽ ബിസിനസ് എപ്പോഴും ഉണ്ടാകുന്നത്. ആൻഡ് ഷുഡ് നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ മീറ്റിംഗ്. അതെപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗുകളിൽ വാരി വിതരരുത്, പരിചയപ്പെടുത്തരുത് എന്ന്. പ്രയർ ആൻഡ് ബൈബിൾ റീഡിംഗ് വാസ് ക്ലാരൻസ് ഫെൽറ്റ് ബട്ട് ഓൺലി അറ്റ് ഹോം. അതായത് പ്രാർത്ഥനയും ബൈബിൾ വായനയെല്ലാം വീട്ടിൽ നടത്തേണ്ട ഒരു കാര്യമാണെന്നൊക്കെയാണ്, ഗ്രൂപ്പിൽ നടത്തേണ്ടതല്ല വീട്ടിൽ നടത്തേണ്ട ഒരു കാര്യമായിട്ടൊക്കെയാണ് ക്ലാരൻസ് വിശ്വസിച്ചിരുന്നത്. ടു കൺക്ലൂഡ് ദ സ്റ്റോറി ഇൻ ലേറ്റ് ഒക്ടോബർ 1939 ഒക്ടോബറിൽ ഈ സ്റ്റോറി അവസാനിക്കുമ്പോൾ ദ ആക്രോൺ ആൽക്കഹോളിക്സ് ഓൾസോ ക്വിറ്റ് ഗോയിങ് ടു ടി ഹെൻറി ആൻഡ് ക്ലാരൻസ് വില്യംസ് ഹോം. അവര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ആയ ടി ഹെൻറി വില്യംസിന്റെയും ക്ലാരൻസ് വില്യംസിന്റെയും വീട്ടിലുള്ള ആൻഡ് ബിഗാൻ ഹോൾഡിംഗ് ദയർ ബിഗ് വീക്ക്ലി മീറ്റിംഗ് ഡോക്ടർ ബോബ് സേഴ്സ്. അപ്പൊ പിന്നീട് ഡോക്ടർ ബോബ് ഇതിന് മാനസാന്തരം ഉണ്ടാകുകയും ഡോക്ടർ ബോബിന്റെ വീട്ടില് ആ 2 മീറ്റിങ്ങുകൾ
മറ്റു മീറ്റിംഗ് വില്യംസിന്റെയും ടി ഹെൻറിയുടെയും ക്ലാരൻസ് വില്യംസിന്റെയും മീറ്റിങ്ങുകൾ പിന്നെ ഡോക്ടർ ബോബിന്റെ വീട്ടിലുള്ള വലിയ എയുടെ മീറ്റിംഗ് ആയി മാറി. ദെൻ ഇൻ ജനുവരി 1940 ദേ മൂവ്ഡ് ദ മീറ്റിംഗ് ടു കിങ് സ്കൂൾ. അവിടെ അടുത്തുള്ള കിങ് സ്കൂളിലേക്ക് 1940 ജനുവരിയിൽ അവർ മൂവ് ചെയ്യും. എസ് ബ്രേക്ക് വിത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വാസ് നൗ കംപ്ലീറ്റ്. അങ്ങനെ പൂർണ്ണമായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസ് 1940 ആയപ്പോഴത്തേക്കും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വിടുതൽ നേടി. അപ്പൊ ബൈ ജനുവരി ഓഫ് 1940 1940 ആയപ്പോഴത്തേക്കും സിസ്റ്റർ ഇഗ്നേഷ്യ ഹാർഡ് നെഗോഷിയേറ്റഡ് എ വർക്കിംഗ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ഡോക്ടർ ബോബ്. ഡോക്ടർ ബോബുമായിട്ട് ഒരു വർക്കിംഗ് അഗ്രിമെന്റ് ഉണ്ടായിരുന്നു സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ. അപ്പൊ ദർ വുഡ് നൗ ബി ആൻ ഒഫീഷ്യലി സാങ്ഷൻഡ് എ ബേസ്ഡ് ആൽക്കഹോളിസം ട്രീറ്റ്മെന്റ് പ്രോഗ്രാം ഇൻ പ്ലേസ് ഓഫ് സെന്റ് തോമസ് ഹോസ്പിറ്റൽ. അപ്പൊ സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ ഇവര് ആ എഗ്രിമെന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ട് തന്നെ എ ബേസ്ഡ് ആൽക്കഹോളിസം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ തുടങ്ങി. ബട്ട് സിസ്റ്റർ ഇഗ്നേഷ്യ വാസ് quite clear about one central requirement. അവൾക്കൊരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു. ഓൾദോ ഡൺ ബൈ എ കാത്തലിക് റിലീജിയസ് ഓർഡർ, ദ ഹോസ്പിറ്റൽ വാസ് നോൺ സെക്രട്ടറിയൽ. അപ്പം ഒരിക്കലും ഈ ഒരു കാത്തലിക് റിലീജിയന്റെ ഒരു സെക്ടായിട്ട് അവൾക്ക് കൊണ്ടു നടക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ഒരു സെക്ടായിട്ട് കൊണ്ടു നടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലാണ് ദ ന്യൂ എ മൂവ്മെന്റ് ഓൾ അക്രോസ് ദ US ആൻഡ് കാനഡ. അമേരിക്കയിലും കാനഡയിലുടനീളം അങ്ങനെയാണ് ക്വിക്ലി ബിഹാൻ ടു റെക്കഗ്നൈസ് ദ വിസ്ഡം ഓഫ് ദ അപ്രോച്ച്. അങ്ങനെ ഒരു വലിയ വിജ്ഞാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ. ദാറ്റ് വാസ് കോൾഡ് ദ ഓൾഡ് പ്രിയാമ്പിൾ. അപ്പൊ ഇതിനകത്ത് പ്രിയാമ്പിളിൽ ഇത് പറയുന്നത് വിച്ച് വാസ് ക്രിയേറ്റഡ് ഇൻ 1940. 1940 ആമുഖത്തിൽ ഇത് ഉൾപ്പെടുത്താനായിട്ടുള്ള കാരണവും കൂടി അതാണ്. ആൻഡ് ബിഗാൻ ടു ബി റീഡ് ദ സ്റ്റാർട്ട് ഓഫ് എ മീറ്റിംഗ് ഇൻ മെനി പ്ലേസ് എക്സ്പ്രസ്ഡ് ദിസ് അണ്ടർസ്റ്റാൻഡിംഗ് ക്ലിയർലി. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഈ പ്രിയാമ്പിളിൽ ഇത് ഉൾപ്പെടുത്തുകയും ഏതൊരു മതവും വിഭാഗവുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല ഇന്ന് മനസ്സിലാക്കാനായിട്ട് മീറ്റിങ്ങുകളിൽ വായിക്കാനും തുടങ്ങി. അങ്ങനെ ഇത് ഓരോ അംഗങ്ങൾക്കും മതപരമായിട്ടുള്ളതിനേക്കാൾ ഉപരിയായി അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനോടുള്ള അഫെയറിനേക്കാൾ ഉപരിയായി പ്രോഗ്രാമിനെ ലളിതമായി കാണണമെന്നും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനായിട്ടുള്ള ഒരാശയം, പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ് എന്നുള്ള ആശയം എത്തിക്കണമെന്നും അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനും അവൻ്റെതായ പവർ കണ്ടെത്താനായിട്ട് സഹായിക്കണം എന്നും ആമുഖത്തിൽ എഴുതിഞ്ഞു. അപ്പോൾ 1940 ആയപ്പോഴത്തേക്കും റോമൻ കത്തോലിക് ബിഗാൻ ഫ്ലഡിങ് ഇൻറ്റു എയിലേക്ക് റോമൻ കത്തോലിക്കര് വളരെയധികം വരാനായി തുടങ്ങി. ഇപ്പൊ ഇന്ത്യൻ ടൈം എത്രയെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് സമയ വ്യത്യാസം വന്നുകൊണ്ട് 10:53. ഓക്കെ, അപ്പൊ ഞാൻ നിർത്താൻ സമയം. ഇനി ഉണ്ണി പറയട്ടെ. ഉണ്ണി, താങ്ക് യുടാ. അടുത്ത ആഴ്ച പറയാം. 40 മിനിറ്റ് ഉള്ളൂ. താങ്ക് യു ശിവട്ടാ. ഓക്കെ, സോറി എനിക്ക് സമയം മാറിപ്പോയേ. ഓക്കെ, താങ്ക് യു. നോ പ്രോബ്ലം. പ്രിയമുള്ളവരെ, മദ്യാസക്തനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എ എന്ന ഈ ഫെലോഷിപ്പിന്റെ സഹായത്താൽ മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഉണ്ണി. നമ്മള് 7ാമത്തെ പാരമ്പര്യം ഉണ്ടായ കഥയായിരുന്നു പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിനെ പുതിയ രീതികളിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇപ്പൊ നമുക്ക് കൂടുതൽ പണം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ ട്രസ്റ്റിമാര് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ മാറ്റം ഉണ്ടായി. ഫൗണ്ടേഷനിൽ പണമുണ്ട്, ഞാൻ എന്തിനു നൽകണം എന്ന് പറയും. ആ പണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോ പല പല പരിപാടികൾ നമ്മൾ പറയില്ലേ, പണം വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ഐഡിയകളും കടന്നു വരും. അതേപോലെ തന്നെ ഏലും അത് സംഭവിക്കുമെന്ന് നമ്മുടെ ഓരോ മനുഷ്യരും അത് കണക്കാക്കിയിട്ടുണ്ട്. ബോർഡിന്റെ കയ്യിൽ പണം ഉണ്ടാകുന്നു, പണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും പണത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, വിമർശനങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ട്രസ്റ്റിമാര് തന്നെ ആ ഒരു തീരുമാനത്തിലെത്തുന്നു. നമ്മുടെ പാരമ്പര്യങ്ങൾ, 2ാമത്തെ പാരമ്പര്യം പറയുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു തീരുമാനങ്ങൾ ഒന്നായി ചേർന്നിട്ട് എടുക്കുന്നു. ദരിദ്രമായിരിക്കുക, എന്നാലോ
വളരെ മികച്ച രീതിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ നടക്കണം. ആൽക്കഹോളിക്സ് അനോണമസിന്റെ സന്ദേശങ്ങളെ പുറത്തു കൊടുക്കണം. നമ്മുടെ നിത്യ ചെലവുകൾ, നമുക്ക് ചായയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, പിന്നെ നമ്മുടെ ലിറ്ററേച്ചറുകൾ മേടിക്കാനുള്ള പൈസയോ, അതിനെല്ലാം പുറമെ ചെറിയൊരു കരുതൽ ധനം, നമ്മുടെ വാടക, കറണ്ട് ചാർജ്, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ അടുത്ത് വേണം. ബാക്കിയുള്ള പണം ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് വളരെ തിളക്കമാർന്ന രീതിയിൽ പാരമ്പര്യം 7 എഴുതി ചേർത്തു. അപ്പൊ നമ്മൾ പാരമ്പര്യം 7 എവിടെയൊക്കെ നമ്മൾ പാലിക്കാതിരിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം നമുക്ക് പ്രശ്നം ഉണ്ടായതായിട്ട് നമ്മുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. കൂട്ടായ ദാരിദ്ര്യം എന്ന നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ പാരമ്പര്യമായിട്ട് അവിടെ അംഗീകരിക്കപ്പെടുകയാണ്. ആവശ്യത്തിനുള്ള പണം ഉണ്ടാവുക. ഇപ്പോ ഇത് ആർക്കും അന്നത്തെ കാലത്ത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതികരണമായിരുന്നു. ഒരു പുതിയ ആശയമാണ് ചാരിറ്റികളുടെ ഫണ്ടുകളുടെ കാര്യത്തില് ആൽക്കഹോളിക്സ് അനോണിമസ് പുതിയൊരു ആശയം തന്നെ അന്ന് തുറന്നു വെച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ പിന്നെ അത് പരസ്യം ചെയ്ത് നടക്കുകയോ നമ്മളുടെ കാര്യങ്ങളെ പുറത്തേക്ക് പറഞ്ഞു നടക്കുകയോ ചെയ്യുന്നില്ല. എത്ര മനോഹരമായ ആവശ്യത്തിന് മാത്രം ഉണ്ടാകുന്ന പണം, അല്ലാത്ത പണം എല്ലാം തന്നെ മാറ്റി നിർത്തുക, ആ രീതിയിലേക്ക് വരുന്നു. ഇപ്പോ പത്രമാധ്യമങ്ങൾ സ്വയം തന്നെ മുന്നോട്ട് വന്നു. അവർ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചുള്ള വാർത്തകൾ എഴുതി. ഇതാ കണ്ടോ, ഒരു പുതിയ സംഘടന, ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. അവർ ആ വാർത്തകളൊക്കെ കൊടുക്കുന്ന അവരുടെ രീതികൾ ഇങ്ങനെയാണ്. അവര് സാമ്പത്തികമായ കാര്യങ്ങളിലൊന്നും പുറത്തുനിന്നുള്ള പൈസയൊന്നും അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാമ്പത്തിക നയം അവിടെ രൂപീകരിക്കപ്പെട്ടു. നമ്മുടെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ആൽക്കഹോളിക്സ് അനോണിമസ് നേടിയെടുത്തു എന്നാണ് പറയുന്നത്. വിസ്മൃതമായ ഉദാത്തമായ ഒരു ആശയം നൽകിയിരിക്കുന്നു. അപ്പോൾ 7ാം പാരമ്പര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ ഉറപ്പിച്ചു. എന്താണ്? സ്വയം പര്യാപ്തമായിരിക്കണം, പുറമേ നിന്നുള്ള സഹായങ്ങൾ നമ്മൾ നിഷേധിക്കണം എന്നുള്ള വളരെ കൃത്യമായ പാരമ്പര്യം ഉണ്ടായി. 8ാമത്തെ പാരമ്പര്യം, സർവീസ് കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രത്യേക ജീവനക്കാരെ നിയമിക്കാമെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനം ഒരു തൊഴിലാക്കരുത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരിക്കലും വിദഗ്ധരായ ചികിത്സകർ ഉണ്ടാകരുത്. നമുക്ക് ദാനമായി കിട്ടിയത് നമ്മൾ ദാനമായിട്ട് നൽകണം. അതാണ് നമ്മൾ നേടിയെടുത്ത ഒരു പഴഞ്ചൊല്ല്. 8ാമത്തെ പാരമ്പര്യം നമുക്കെല്ലാം അറിയാം. നമ്മുടെ സേവന കേന്ദ്രങ്ങളിൽ പ്രത്യേക ജീവനക്കാരെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിയമിക്കാം എന്ന് പറയാറുണ്ട്. പലപ്പോഴും ആ പാരമ്പര്യമൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ വരുന്നു. ഒട്ടും ഒരു സേവകർക്കും പറ്റാത്ത ഒരു സമയത്താണ്. ഒരു ആർഭാടമായിട്ടോ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കാനോ നമ്മൾ അങ്ങനെ ആളുകളെ നിർത്താറില്ല. നമ്മുടെ GS ഓഫീസുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. വലിയ കേന്ദ്രീകൃതമായ ഓഫീസുകളും അത്രയും അംഗങ്ങളും പ്രവർത്തനവും ഉള്ളിടത്താണ് നമ്മൾ അങ്ങനെ ആളുകളെ നിർത്താറുള്ളത്. അവിടെ പോലും എല്ലാത്തിലും നമ്മൾ ലളിതമായിരിക്കണം എയുടെ പ്രവർത്തന രീതി എന്ന നയ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിരിക്കും എയുടെ പ്രവർത്തനം എന്നുള്ളതും എയെ നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ പാരമ്പര്യങ്ങളുടെ മനോഹാരിത തന്നെയാണ്. അപ്പൊ നമുക്ക് 12ാം പടി പ്രവർത്തനം ഒരിക്കലും ഒരു തൊഴിലാക്കിയിട്ട് മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എയുടെ ഏതൊരു പ്രവർത്തനവും 12ാം പടി പ്രവർത്തനമാണ്. ഒരു മീറ്റിംഗിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എയുടെ ഉള്ളിൽ പ്രൊഫഷണൽ സ്പീക്കേഴ്സ് ഇല്ല. അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ, വിഷയാവതരണം ആണെങ്കിലും അത് അംഗമാണെങ്കിൽ അയാളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അയാൾക്ക് നമ്മൾ പ്രതിഫലം ഒന്നും കൊടുക്കാറില്ല. അയാള് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന നമ്മൾ കൊടുക്കുക, അപ്പൊ ഇതൊന്നും ചെയ്യാറില്ല. പൊതുവെ ചില ഗ്രൂപ്പുകൾ എന്ത് ചെയ്യാറുണ്ട്, അവരവരുടെ ഇതനുസരിച്ചിട്ട് ബസ്സിന്റെ ഒക്കെ പൈസ അവർ കൊടുക്കാറുണ്ട്. അതല്ല, ഒരാളെ നമ്മൾ വിളിക്കുന്നു, അയാൾ ഇത്ര ദൂരത്തു നിന്നാണ്, അയാളുടെ കാറിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ എടുക്കില്ല. എല്ലാം ഗ്രൂപ്പിന്റെ തീരുമാനമാണെങ്കിലും പൊതുവായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു രീതി. അത് പൊതുവെ ഇതിന് നടക്കുന്ന പഴമക്കാരും എന്ത് ചെയ്യില്ല, അവർ ആ പൈസ മേടിക്കില്ല. കാരണം അത് സൗജന്യമായിട്ട് തങ്ങൾ ചെയ്യേണ്ട സേവനമാണ് എന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു പാരമ്പര്യം കുറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ദാനമായിട്ട് കിട്ടിയതാണ്. നമുക്ക് മറ്റുള്ള ആളുകളിലൂടെ പകർന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു സുബോധം നമുക്കൊരു തൊഴിലാക്കിയിട്ട് പറ്റില്ല. അത് നമ്മൾ മറ്റുള്ളവർക്ക് ദാനമായിട്ട് തന്നെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകർന്നുകൊണ്ടാണ്
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ രണ്ടാമത്തെ പാരമ്പര്യം പറയുന്നുണ്ട്. നമ്മൾ തൊഴിൽ പ്രൊഫഷണലുകളായിട്ട് എയുടെ 12ാം പടി പ്രവർത്തനത്തെ മാറ്റരുതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കാര്യത്തിൽ നാം ഒന്ന് കണ്ടെത്തി, വ്യവസായവൽക്കരണത്തില് പണവും ആത്മീയതയും കൂടിച്ചേരില്ല. മറ്റു കാര്യങ്ങളിൽ നാം വ്യവസായത്തെ നിന്ദിക്കുന്നുമില്ല. പക്ഷെ നമ്മുടെ സുബോധത്തിന്റെ കാര്യത്തില് അത് പ്രവർത്തിക്കില്ല. 12ാം പടിയുടെ കാര്യത്തിൽ നമ്മളിത് പരീക്ഷിച്ചതാണ്. പക്ഷേ നമ്മുടെ പ്രാഥമിക ഉദ്ദേശം പരാജയപ്പെട്ടു. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളൊരു വ്യാപാരമായിട്ടുള്ള ബിസിനസ് പരമായ ഒരു കാര്യം, അവിടെ നമ്മൾ പറഞ്ഞു പണവും ആത്മീയതയും തമ്മിൽ കൂടിച്ചേരില്ല. നമ്മൾ കച്ചവടങ്ങളെ ഒന്നും നിന്ദിക്കുന്നില്ല, ബിസിനസ് നടത്തണ്ട എന്ന് പറയുന്നില്ല. നിങ്ങൾ പുറത്തുള്ള ബിസിനസ്സുകളും മറ്റു പരിപാടികളും നിങ്ങൾക്ക് വേണമൊക്കെ ചെയ്തോളൂ, പക്ഷെ അത് ഏഴയിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാ പലപ്പോഴും എയുടെ ബിസിനസ് മീറ്റിംഗ്, നമ്മുടെ ഒരു സുഹൃത്ത് പറയായിരുന്നു, ആദ്യകാലത്ത് എയിലെ ബിസിനസ് മീറ്റിംഗ് എന്ന് കേട്ടപ്പോൾ വിചാരിച്ചു എയുടെ മീറ്റിംഗ് സ്ഥലത്തിന്റെ വാടക കൊടുക്കുന്നുണ്ട്, നമുക്ക് സമയവും സ്ഥലവും ഒക്കെ ഉണ്ട്, എല്ലാവരും പ്രഗത്ഭരായ ആളുകളാണ്, അപ്പോ നമ്മൾ ഇവിടുന്ന് കുറച്ച് കച്ചവടം ചെയ്യാം, അതുമാണ് ബിസിനസ് മീറ്റിംഗ് എന്ന് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ബിസിനസ് എന്താണ്? നമ്മുടെ ബിസിനസ് നമ്മുടെ പ്രയാമ്പിളാണ്. ഒരൊറ്റ കച്ചവടമേ ഉള്ളൂ. ആ കച്ചവടം മറ്റു മധ്യാസക്തരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന കച്ചവടമാണ്. അത് സംബന്ധമായിട്ടാണ് നമ്മുടെ ബിസിനസ് മീറ്റിംഗ്, എയുടെ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് നമ്മുടെ കച്ചവടത്തിന്റെ ലാഭം. എന്താണ്? നമ്മുടെ സുബോധമാണ്. നമ്മുടെ ഈ സേവന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ തിളക്കമാർന്ന സുബോധം നമുക്ക് ലഭിക്കും. ഇതാണ് നമ്മുടെ കച്ചവടത്തിന്റെ ലാഭം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കച്ചവടം, എയുടെ ഉള്ളിലെ നമ്മുടെ കച്ചവടം ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വേറൊരു കച്ചവടമില്ല. അവിടെ എന്താണ്? പണവും ആത്മീയതയും കൂടി കലരില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി. മറ്റു വ്യവസായങ്ങളെ നമ്മൾ നിന്ദിക്കുന്നില്ല, നിങ്ങൾ കച്ചവടം ചെയ്യരുത്, മറ്റു കച്ചവടങ്ങളിലൊന്നും നിങ്ങൾ ലാഭം ഉണ്ടാക്കരുത്, അതിങ്ങനെ ആയിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. സുബോധത്തിന്റെ കാര്യത്തില് അത് പ്രവർത്തിക്കില്ല എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടെത്തിയതാണ്. 12ാം പടിയുടെ കാര്യത്തില് നമുക്കറിയാം, നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് നമുക്ക് മാറ്റപ്പെടും. കാരണം നമ്മൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാവുമോ? എല്ലാ മധ്യാസക്തരെയും നമ്മൾ സഹായിക്കും. ഇപ്പൊ പൈസ എടുത്തിട്ടാണ്, പൈസ ഉള്ള ഒരാളുടെ 12ാം പടി നമ്മൾ എടുക്കുന്നുള്ളൂ, അയാളെ നമ്മൾ സഹായിക്കുന്നുള്ളൂ. എവിടെയായിരിക്കും നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ എന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റീഹാബുകളിൽ മാത്രം ആളുകളെ സജസ്റ്റ് ചെയ്യാണ്. ആ റീഹാബുകൾ പോയ ആളുകൾക്ക് സുബോധം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ആ റീഹാബുകളിലെ പൈസ താങ്ങാൻ എല്ലാവർക്കും പറ്റും. അതുകൊണ്ടാണ് റീഹാബുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു റീഹാബുകളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല അടിസ്ഥാനത്തിൽ. ഒരു റീഹാബുകളും നമുക്ക് സുബോധം കിട്ടിയിട്ടുണ്ടായിരിക്കാം, നമുക്ക് അവരോട് നന്ദി ഉണ്ടായിരിക്കാം, നമുക്ക് അവിടെ പോയിട്ട് ഷെയർ ചെയ്യാം, അതൊക്കെ ചെയ്യാം, അത് അംഗങ്ങൾ നടത്തുന്നതായിരിക്കാം. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാനൊരു റീഹാബുകളെയും സപ്പോർട്ട് ചെയ്യാനോ അവരെ കുറിച്ച് പരസ്യമായിട്ട് മീറ്റിങ്ങുകൾ പറയാൻ, അല്ലെങ്കിൽ എയുടെ 12ാം പടിക്ക് പോകുമ്പോൾ റീഹാബിലേക്ക് ആക്കണമെന്ന് പറയാനോ ഞാൻ പാടില്ല. ഒരു അംഗ നിലയിൽ എനിക്കത് അർഹതയില്ല അങ്ങനെ ചെയ്യാൻ. 12ാം പടിയുടെ കാര്യത്തിൽ ഞാൻ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, അത് ഈ സന്ദേശം പറഞ്ഞു കൊടുക്കുക. ഒരു മാർഗമുണ്ട്, എനിക്കറിയാവുന്ന ഒരു മാർഗം. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ആണ്. മീറ്റിംഗിലേക്ക് വരിക. ഇനി മീറ്റിംഗിൽ അയാൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് ചികിത്സ വേണം, അത് അവര് കുടുംബം തീരുമാനിക്കേണ്ടതാണ്. അവരോട് പറയാം, കുറെ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചെടുക്കാം, കാരണം നമ്മളത് ഏറ്റെടുക്കണ്ട, ആ തലവേദന നടത്തണ്ട. എന്താ അവിടെ എന്താ ഉണ്ടാവുക? നമുക്ക് താല്പര്യമുള്ളുണ്ടാവും, പല പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിലൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും, നമ്മുടെ സ്വസ്ഥതയ്ക്ക് ഭംഗം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കണം. നമ്മുടെ എനർജി അനാവശ്യമായിട്ട് നമ്മൾ വേസ്റ്റ് ആക്കരുത് എന്ന് കൃത്യമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്താറുണ്ട്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, ഞാൻ ചാർലി ഹോസ്പിറ്റൽ തെറാപ്പിസ്റ്റായി പോകേണ്ടതില്ല എന്ന് ഗ്രൂപ്പിന്റെ മനസാക്ഷിയിൽ നിന്ന് തീരുമാനിച്ചത്. അത് ശരിയായിരുന്നു. ആദ്യ കളിയിൽ തന്നെ നാം അത് കണ്ടെത്തിയതാണ്. ഒരവസ്ഥയിലും വ്യക്തികൾ മുഖാമുഖം ഈ സന്ദേശം നൽകുന്നത് പണം വാങ്ങിയിട്ടാകാമോ? അല്ല, ആ നിലയിൽ വ്യവസായവൽക്കരണം കടന്നുകൂടിയിരുന്നെങ്കിൽ ഇന്നത്തെ വിധി അതൊരു ദുർവിധി ആയേനെ. ബില്ല് വീണ്ടും പറയാണ്, നമുക്കറിയാം രണ്ടാമത്തെ പാരമ്പര്യം ഉണ്ടായപ്പോ നമ്മൾ പറയാറുണ്ട്, ബിൽ വിൽസൺ വന്നിട്ട് ഹെൻറി ആങ്ക്പി ഒക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ടാണ് ബില്ല് വളരെ മനോഹരമായി സംസാരിക്കാൻ അറിയുന്ന വളരെ നല്ലൊരു കഥ പറച്ചിലുകാരനാണ് നമ്മുടെ ബിൽ വിൽസൺ. അദ്ദേഹം വളഞ്ഞു കെട്ടിക്കൊണ്ട് പറഞ്ഞ അതിനെ ഞാനൊക്കെ തമാശ രീതിയിൽ പറയാറുണ്ട്, ബിൽ വിൽസൺ
ഹെൻറിക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ചായ മാത്രമേ ഉള്ളൂ, അല്ല നിങ്ങൾക്ക് ഒരു സുഹൃത്ത് ചോദിച്ചു അമേരിക്കക്കാരിങ്ങനെ ഈ ചിക്കൻ ഫ്രൈ കഴിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ രീതിയിൽ പറഞ്ഞതാണ് ബില്ലിനെയും ഹെൻറിനെയും ഒക്കെ. അത് തമാശ രീതിയിൽ ഉപയോഗിച്ചൊരു പൈസ ആണ്. പക്ഷെ ബില്ല് അവിടെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ജോലി അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സഹായകരമാകും, നിങ്ങൾക്ക് എന്റെ സ്ഥിതി കൃത്യമായിട്ട് അറിയുന്നതല്ലേ, എനിക്കൊരു ജോലി ആവശ്യമുള്ളതാണ്, അപ്പൊ അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ബില്ല് പറയുന്നുണ്ട്. കാരണം ബില്ലിന്റെ വീട്ടില് വല്ലാത്ത ശോചനീയമായ സ്ഥിതിയാണെന്നുള്ളത്. പക്ഷെ അവിടെ ഹെൻറി അടക്കമുള്ള അംഗങ്ങൾ അന്ന് ബില്ലിനോട് ചോദിച്ച ചോദ്യമുണ്ട്, ബില്ല് നിനക്കിത് എങ്ങനെ, ബില്ല് നിനക്കതൊരു തൊഴിലാക്കി എടുക്കാൻ പറ്റുക, നിനക്കത് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാ മനസാക്ഷിയിൽ ഉണ്ടായ തീരുമാനമാണ്. കാരണം ഈ ഒരു പ്രവർത്തനം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനം ഇതൊരു തൊഴിലാക്കി എടുക്കുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ചാൾസ് ബി ഹോസ്പിറ്റലിലേക്ക് ആ ബിൽ വിൽസൺ അവിടെ വേറൊരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്യാസക്തരെ കൗൺസിൽ ചെയ്യുന്ന ഒരാളായിട്ട് പോകുന്നത് നമ്മുടെ കൂട്ടായ്മ. നമുക്ക് ചരിത്രത്തിലേക്ക് എങ്കിലുകളിൽ കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ അതിൽ കാര്യമില്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് തന്നെ ചരിത്രത്തിൽ ആവശ്യമുള്ളതാണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ എടുക്കണം. ചരിത്രത്തിലെ പാഠങ്ങൾ എന്തിനാണ്? ചരിത്രത്തിന്റെ മേന്മകൾ പറഞ്ഞ് എനിക്ക് ഇരിക്കാനുള്ളതല്ല, മറിച്ച് ഞാൻ എന്റെ വ്യക്തിപരമായ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളിൽ ഞാനത് ചെയ്യേണ്ടതാണെന്ന് പറയാണ്. ഞാൻ ഈ സന്ദേശം കൊടുക്കുമ്പോൾ ആ സന്ദേശം കൊടുക്കുന്നത് ആർക്കാണ്? അയാളുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടോ, അയാളെ എന്താ പറയാ എവിടെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ, അയാള് വിദേശിയാണോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളാണോ, ആ രീതിയിലൊന്നുമല്ല. ഓരോ മനുഷ്യരും സഹായം അഭ്യർത്ഥിക്കുന്ന അല്ലെങ്കിൽ സഹായം ആവശ്യമാകുന്ന ഓരോ മനുഷ്യർക്കും എത്തേണ്ടതാണ് ഈ സന്ദേശം. അത്യാസക്തരുടെ ഇടയിൽ വേർതിരിവുകളൊന്നുമില്ലാതെ ഞാൻ ഈ സന്ദേശം പകർന്നു കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനം. പണം വാങ്ങിയിട്ടാകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് ആളെ ചേർക്കുന്ന ഒരു ഏജന്റ് ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? എന്തായിരിക്കും എയുടെ സ്ഥിതി? കാരണം സ്ഥാപനങ്ങളും മറ്റു സ്ഥലങ്ങളിലും അതെല്ലാം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതെല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും 12-ാം പടി പ്രവർത്തനം നമ്മുടെ തൊഴിലാക്കിയിട്ട് മാറ്റാൻ പറ്റില്ല. നമ്മളത് ഒരിക്കലും തന്നെ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ നമ്മൾ 12-ാം പടിയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യരുത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുള്ള പരിപാടിയാണ്. അത് അംഗം എന്ന നിലയിൽ കാരനായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എയുടെ കോളാണ് എനിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, എയുടെ സർവീസ് നമ്പർ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കാരണവശാലും അത് ആരുടെ